മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാന വീണ്ടും മണ്ണുണ്ടിയിലേക്ക് നീങ്ങുകയാണ്. ഇരുമ്പുപാലം ഭാഗത്തായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. അനുകൂല സാഹചര്യമുണ്ടായാൽ മയക്ക് വെടിവെക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, എന്താണ് വിശദാംശങ്ങൾ? മണ്ണുണ്ടി കോളനിയിലേക്ക് ഇപ്പോൾ ആന മാറി എന്ന വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച സിഗ്നലിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മണ്ണുണ്ടി കോളനിയാണ് ആന ഉള്ളത്. ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് തന്നെയായിരുന്നു ആന തമ്പിടിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് ഇരുമ്പുപാലം മേഖലയിലേക്ക് ആന മാറിയിരുന്നു. അതായത് മണ്ണുണ്ടി കോളനിയും ഇരുമ്പുപാലം കോളനിയും തമ്മിൽ 1-2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ റോഡ് മാർഗം വരികയാണെങ്കിൽ ഒരു 2-2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് വനമാർഗമാകുമ്പോൾ 1 കിലോമീറ്റർ പരിധിയിലേ ഉള്ളൂ. അതായത് വനപാലക സംഘത്തിന് ഈ ആനയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ മണ്ണുണ്ടി കോളനിയിൽ ആനയെ കണ്ടെത്തിയ അല്ലെങ്കിൽ ആനയുടെ സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ കുങ്കിയാനകളെ 3 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗതാഗത സൗകര്യമൊന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു സ്ഥലമല്ല. ഇത് മാത്രമല്ല, ഈ കോളനിക്ക് സമീപത്തായി ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. ആ തോടിന് അപ്പുറത്തെ വശത്തായിട്ടാണ് ഇപ്പോൾ ആനയെ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ വെച്ച് മയക്കുവെടി വെക്കുകയാണെങ്കിൽ ഈ പുഴ കടത്തി ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇപ്പോൾ ഇരുമ്പുപാല മേഖലയിലേക്ക് തന്നെ എത്തിച്ച് അവിടെ നിന്ന് ആനയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം എന്ന ഒരു അനുമാനത്തിലാണ് വനപാലക സംഘം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ആനയെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ 1 കിലോമീറ്റർ പരിധിയിൽ ആനയുണ്ട് എന്ന് പറയുമ്പോഴും അതിനെ സ്പോട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സ്പോട്ട് ചെയ്യാൻ സാധിക്കാത്തത് മൂലം തന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം 4 ദിവസമായി തുടരുന്ന ഈ ആനയുടെ പ്രശ്നത്തിൽ അവരുടെ ജീവിതം 4 ദിവസമായി സ്തംഭിച്ച ഒരവസ്ഥയിലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ രോഷാകുലരായ നാട്ടുകാർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ ഈ മണ്ണുണ്ടി കോളനിയിലും ഇരുമ്പുപാലത്തിന് സമീപത്തൊക്കെയായിട്ട് ആന ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. എന്നിട്ട് 1 കിലോമീറ്റർ പരിധിയിൽ കിട്ടിയതിന് ശേഷവും ആനയെ മയക്ക് വെടിവെക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു സംശയവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രോഷപ്രകടനവും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. വനപാലക സംഘത്തിനെതിരെ രോഷമായ വിമർശനമാണ്. ഇന്നെങ്കിലും ആനയെ പിടികൂടിയിട്ടില്ലെങ്കിൽ വനപാലകർ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും അവർ മുന്നോട്ടേക്ക് വെക്കുന്നു. ഇപ്പോൾ 1 കിലോമീറ്റർ മണ്ണുണ്ടി കോളനിയും ഇരുമ്പുപാലം കോളനിയും തമ്മിലുള്ള അകലം 1 കിലോമീറ്റർ പരിധിയിലാണ്. ഇപ്പോൾ ഈ 1 കിലോമീറ്ററിനെ ചുറ്റി വനപാലക സംഘത്തിൻ്റെയും RRTയുടെയും ഒക്കെ ചെറു ഗ്രൂപ്പുകളും ഈ കുങ്കിയാനകളും ഒക്കെ ഈ പ്രദേശത്ത് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കാത്തതും വെടിവെക്കാൻ തക്കതായ ഒരു സാഹചര്യം കിട്ടാത്തതുമാണ് ഇപ്പോൾ ഈ വനപാലക സംഘവും അല്ലെ ദൗത്യ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അനിൽ നമ്പ്യാർ. യെസ് ഗോകുൽ, ഏതായാലും റേഡിയോ കോള് ഘടിപ്പിച്ച ആനയെ കൊമ്പനെ എന്തുകൊണ്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മറുപടി പറയേണ്ടത് വനം വകുപ്പ് തന്നെയാണ്. എന്തായാലും നാട്ടുകാർ സ്വാഭാവികമായി പ്രതികരിക്കും, പ്രതിഷേധിക്കും. മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാന വീണ്ടും മണ്ണുണ്ടിയിലേക്ക് നീങ്ങിയാണ്. ഇരുമ്പുപാലം ഭാഗത്തായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. അനുകൂല സാഹചര്യമുണ്ടായാൽ മയക്ക് വെടിവെക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഗോകുലാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.